63ാമത് സംസ്ഥാന സ്കൂൾ കലോത്സവത്തിനൊരുങ്ങിയ അനന്തപുരി യുവത്വത്തിന്റെ ഭാവനയ്ക്ക് ഉജ്ജ്വലത നിറച്ച ഒരു പുത്തൻ അധ്യായം ഇവിടെ ആരംഭിക്കുകയാണ്. കലാകാരന്മാർക്ക് ഒരു സ്വപ്നവേദി, കാണികളുടെ ഹൃദയം കീഴടക്കുന്ന ഉത്സവ പകൽ രാത്രികൾ, അനവധി പ്രതീക്ഷകളുമായി അനന്തപുരി ഒരു കലോത്സവ ചരിത്രം രചിക്കാൻ തയ്യാറായി കഴിഞ്ഞു. വിവരങ്ങളുമായി കോട്ടൺ ഹിൽ സ്കൂളിൽ നിന്നും ശ്രീനന്ദ SP ചേർന്നുണ്ട്. ശ്രീനന്ദ, നമുക്കറിയാം ഇനി തിരുവനന്തപുരത്തുകാർക്ക് കുറച്ച് നാളുകൾ ആഘോഷ നാളുകളാണ്. രാവെന്നോ പകലെന്നോ ഇല്ലാതെ അത്യധികം ആഘോഷത്തോടുകൂടി നമ്മളെല്ലാവരും ഒത്തുകൂടുന്ന ഒരു സ്ഥലം കൂടി ആയി മാറും ഈ സ്കൂൾ കലോത്സവ വേദികളെന്ന് പറയുന്നത്. നമുക്കറിയാം നമ്മുടെ കുട്ടിക്കാലം ഓർത്തെടുക്കാനും അവിടെ എത്തുന്ന പ്രതിഭകളെ കണ്ട് ആശ്ചര്യപ്പെടാനും എല്ലാം ഉള്ള ഒരു വേദി കൂടിയാണ് കലോത്സവ നാളുകൾ. അവിടെ നിന്നുള്ള വിശേഷങ്ങൾ എന്തൊക്കെയാണ്? തീർച്ചയായിട്ടും ദേവിക, ഇവിടെ കലോത്സവത്തിന്റെ ഒരുക്കങ്ങളിലാണ് കോട്ടൺ ഹിൽ സ്കൂളിലെ പെൺപുലികൾ. നമുക്കിവിടെ കാണാൻ സാധിക്കുന്നുണ്ട്, കുട്ടികളെല്ലാവരും തകർത്ത് അവരുടെ പരിശീലനം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. അവർ ഒട്ടും സമയം കളയാതെ ആ പരിശീലനത്തിലേക്ക് ഇറങ്ങിച്ചേരുന്ന ഒരു കാഴ്ചയാണ് നമുക്കിവിടെ കാണാൻ സാധിക്കുന്നത്. ഇന്നത്തെ ദിവസം തന്നെ ഇത് ഒത്തിരി തവണയായി പ്രാക്ടീസ് ചെയ്യുന്നുണ്ട്. ആ പരിശീലനത്തിൽ ഒരല്പം പോലും തളർച്ച അവരുടെ മുഖത്ത് നമുക്ക് കാണാൻ സാധിക്കുന്നില്ല. ഇപ്രാവശ്യം അവർ കിരീടം എടുത്തിട്ടേ പോകൂ എന്നുള്ള വാശിയിൽ തന്നെയാണ് അവർ പരിശീലനം തുടർന്നുകൊണ്ടിരിക്കുന്നത്. ദേവിക, നമുക്ക് കാണാൻ സാധിക്കുന്നു, ഇവർ സംഘനൃത്തത്തിന് വേണ്ടിയിട്ടാണ് ഈ കുട്ടികൾ ഇപ്പോൾ നൃത്തച്ചുവടുകൾ വെക്കുന്നത്. ശരി ശ്രീനന്ദ, അവിടെ കൂടി നിൽക്കുന്ന കുട്ടികളുണ്ടല്ലോ, അവരുടെ പ്രതികരണങ്ങളിലേക്ക് കൂടി നമുക്ക് കടക്കാം. കാരണം അവരാണ് ഇനി ചരിത്രം രചിക്കാൻ പോകുന്നത്. വളരെയധികം വാശിയേറിയ ഒരു പോരാട്ടം തന്നെ തിരുവനന്തപുരത്ത് നമുക്ക് കാണേണ്ടി വരും. കാരണം പെൺകുട്ടികളും ആൺകുട്ടികളും അങ്ങനെ എല്ലാവരും വളരെയധികം വാശിയോടെയാണ് അവിടെ പോരാട്ടത്തിന് എത്തുന്നത്. അവിടെയുള്ള പ്രതികരണങ്ങൾ കൂടി നമുക്ക് കടക്കാമെന്ന് തോന്നുന്നു. തീർച്ചയായിട്ടും ദേവിക, ഞാനിപ്പോ നമ്മുടെ ലൈവ് കയറുന്നതിന് തൊട്ട് മുന്നേ കുട്ടികൾ അവരുടെ പരിശീലനം കഴിഞ്ഞൊന്ന് വന്ന് ഇരുന്നിട്ടേ ഉള്ളൂ. നമുക്ക് ആ കുട്ടികളോട് തന്നെ എങ്ങനെയുണ്ട് അവരുടെ ഇപ്രാവശ്യത്തെ കലോത്സവത്തിന്റെ ഉന്മേഷം എങ്ങനെയാണ് നമുക്ക് അവരോട് തന്നെ ചോദിച്ച് മനസ്സിലാക്കാം. പ്രാക്ടീസ് ഒക്കെ നന്നായിട്ട് പോകുന്നു. ഞങ്ങൾ മഹാവിഷ്ണു പത്മനാഭൻ. എങ്ങനെയുണ്ട് ഇപ്പൊ നിങ്ങളുടെ ഇവിടുത്തെ എത്ര നേരം, നിങ്ങളിപ്പോ എത്ര ദിവസം കൊണ്ടുള്ള പ്രാക്ടീസാണ് ഇപ്പൊ നടന്നത്? ഞങ്ങളിപ്പം 4-5 മാസമായി തുടങ്ങിയിട്ട്. ഞങ്ങൾ എല്ലാ ദിവസവും സ്കൂളിൽ വന്നിട്ട് രാവിലെ ഡ്രസ്സ് മാറി വൈകുന്നേരം സ്കൂൾ വിടുന്ന വരെ പ്രാക്ടീസാ. അപ്പൊ എങ്ങനെയാണ് നിങ്ങൾ ഇപ്രാവശ്യത്തെ നമ്മുടെ മാക്സിമം സ്ട്രെങ്തും പവർ ഉപയോഗിച്ചിട്ടൊക്കെ ശ്രമിക്കുന്നല്ല, നമ്മൾ ഉറപ്പായിട്ടും സ്റ്റേറ്റ് ഫസ്റ്റ് എടുക്കാൻ നോക്കും. കലോത്സവത്തിനോ? ഞാനിപ്പോൾ 10th ആണ്. ഇതിൽ 8th പിള്ളേരുണ്ട്. അപ്പോൾ അവർ UP ഫസ്റ്റ് വാങ്ങിച്ചിട്ട് ആദ്യമായിട്ടാണ് സ്റ്റേജ് കളിക്കുന്നത്. അപ്പോൾ അതിൻ്റെ ആകാംക്ഷ ഇവർക്കുണ്ട്. ഞാൻ കഴിഞ്ഞ 3 വർഷം ആയിട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് ആണ്. പ്രത്യേകിച്ച് നമ്മൾ മഹാവിഷ്ണുവിൻ്റെ ഐറ്റം പത്മനാഭന്റെയും കൂടെ കളിക്കുമ്പോൾ ഈ അനന്തപുരി വെച്ച് നടക്കുന്നത് വളരെയധികം സന്തോഷമുണ്ട്. അതെ, ഒരുപാട്. തീർച്ചയായിട്ടും ദേവിക, അപ്പൊ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്ന ഇവരെല്ലാവരും അത്യധികം ആവേശത്തോടു കൂടി തന്നെയാണ് അവരുടെ പരിശീലനം പൂർത്തിയാക്കിക്കൊണ്ടിരിക്കുന്നത്. ശരി, എന്തായാലും വലിയ ആരോഗ്യപരമായ ഒരു മത്സരം തന്നെ അവിടെ നടക്കട്ടെ. എപ്പോഴും മത്സരബുദ്ധി വളരെയധികം നല്ലതാണ്. കാരണം ഈ കലോത്സവ വേദികളിൽ മത്സരബുദ്ധി വേണം. പക്ഷേ മത്സരബുദ്ധി അതിര് കടക്കാൻ പാടില്ല എന്നുകൂടി ഒരു ഘട്ടത്തിൽ പറയേണ്ടതുണ്ട്.